ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് വൺസ് അഗൈൻ ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിന്ന് ഞാൻ നേരത്തെ ഷോർട്സ് ഇട്ടായിരുന്നു, കുറച്ച് നേരത്തെ ഷോർട്സ് ഇട്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് പറഞ്ഞ പോലെ ചേച്ചിയുടെ എന്തായിരുന്നു, ചേച്ചിയുടെ ഓട്ടോഗ്രാഫ് ബുക്ക് അത് +2-ലാണോ 10-ലാണോ എന്നറിയാൻ വയ്യ. ഇവിടെ എടുത്ത് വെച്ചിരുന്നേ, വായിക്കാൻ വേണ്ടി ഇവിടെ എടുത്ത് വെച്ചിരുന്നത് ഞാൻ മാറ്റി വെച്ചിരുന്നേ. അതപ്പം ഇന്നിങ്ങനെ ഞാൻ എൻ്റെ ഒരു ബുക്ക് നോക്കിയപ്പോൾ കിട്ടി. സാധനം രണ്ടെണ്ണം ഉണ്ട്. ഇവിടെ ഒന്നുമില്ല, രണ്ടെണ്ണം ഉണ്ട്. എന്താ കാണാവോ? നിനക്കായി ഫ്രണ്ട്സ്. അപ്പം അടുത്തതിൻ്റെ അകത്ത് അങ്ങനെ ഹെഡ്ലൈൻ ഒന്നും ഇല്ല, ബട്ട് ഐ തിങ്ക് സോ വായിക്കാം. ഇപ്പം ഇത് വായിക്കണം, ആദ്യം ഇത് വായിക്കണം. പിക്കോ ഏകം പൊക്കോ, ഇത് വായിക്കാം. ഫ്രണ്ട്സിന്റെ പേരൊക്കെ ഉണ്ട്. ബെസ്റ്റ് ഫ്രണ്ട്സ് അന്ന, സുജി, അഖില, ശ്രീലക്ഷ്മി, ഫേബ. ചേട്ടാ, ഈ കൊച്ചിന് ബോയ് ഫ്രണ്ട്സ് ഒന്നും ഇല്ലേ? അതുകൊള്ളല്ലോ. ഏതാ ഫ്രണ്ടിൽ തന്നെ നെയിം അന്ന ആഗ്നസ്, അഡ്രസ് തെക്കും ഭാഗം. അഡ്രസ് കൊടുത്തിട്ട് ഫോൺ. ഇതൊക്കെ ഏത് നമ്പര്? അപ്പാപ്പന്റെ നമ്പര്, അപ്പച്ചന്റെ നമ്പര് കൊടുത്തേക്കുന്നത്. ഇത് എന്റെ നമ്പരാണല്ലോ ഒരെണ്ണം. എന്റെ നമ്പര് ഞാൻ ബമ്പിയുടെ നമ്പരാണ് എന്റെ ഇപ്പൊ ഇരിക്കുന്നത്, അതായിരിക്കും. എന്നിട്ട് അതിന്റെ താഴെ എന്റെ പൊന്നെ ക്യാപ്ഷൻ പോലെ കൊടുത്തേക്കുന്നത് ഡോണ്ട് ഡിസ്റ്റർബ് മീ. ഡോണ്ട് ഡിസ്റ്റർബ് മീ. സോറി ഗൈസ്, ഇൻട്രപ്ഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തുടങ്ങി ഇങ്ങനെ ഇൻട്രപ്ഷൻസ് വന്നോണ്ടിരിക്കും. ഞാൻ ഫാൻ പോലും ഇടാതെ, എന്ന് വെച്ചാൽ ഫാൻ ഇട്ടാൽ നിങ്ങൾക്ക് അത്ര ക്വാളിറ്റി കിട്ടത്തില്ല സൗണ്ടിന്. ലൈറ്റ് കുറച്ച് പാം ലൈറ്റ് ഇട്ടുള്ള ഈ ലൈറ്റ് കത്തുന്നില്ലായിരുന്നു, ഇന്ന് കത്തിച്ച്. അപ്പൊ നമ്മളെന്താ വായിച്ചുകൊണ്ടിരുന്നത്? വായിക്കാം. അന്നായിരുന്നു തെക്കും ഭാഗം. അഡ്രസ്, ഫസ്റ്റ് അഡ്രസ്സൊക്കെ. ഇത് ആ കൊച്ചിന്റെ മാത്രമല്ല, ഫ്രണ്ട്സിന്റെ ഉണ്ട്. എന്തിനാ ഫ്രണ്ട്സിന്റെ? ഒരു നമ്പരൊന്നും അല്ല, 5-6 നമ്പറുണ്ട്. ഒരെണ്ണത്തെ വിളിച്ചാൽ കിട്ടത്തില്ലല്ലോ. അപ്പൊ അടുത്തായിട്ട് വിളിക്കുക. ഇപ്പൊ വിളിക്കുന്നുണ്ടോ എന്തോ മീന്. ഫ്രണ്ട്സിന്റെ നമ്പരും ഇതൊക്കെ എഴുതിയിരിക്കുന്നത്, പക്ഷെ കുറച്ചായിട്ട് എഴുതിയിട്ടുള്ളൂ. ബാക്കിയുള്ള നമ്പർ കൊടുത്തില്ലെന്ന് തോന്നുന്നു. ശല്യമായിട്ട് വരണ്ടെന്ന് ചോദിച്ചിട്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് തന്നെ അനുചേച്ചിട്ടത്. മൈ നെയിം അനുചേച്ചി എഴുതിയിരിക്കുന്നേ. മൈ നെയിം അന്ന ആഗ്നസ്, മൈ നിക് നെയിം അനു, മൈ അഡ്രസ് ഒക്കെ ഒന്നുള്ള വടക്കേ ഇറക്കം തെക്കുമ്പോൾ. ഓക്കെ. മൈ ബർത്ത്ഡേ 19/7/1997. മൈ ഫോണോ താറ നമ്പർ. ആ കൊച്ചിന്റെ നമ്പർ ഇതിൻ്റെ അകത്തില്ല കേട്ടാ, ഇതെന്റെ നമ്പറാണ് കൊടുത്തിരിക്കുന്നത്. മൈ ഇമെയിൽ ഐ ഡി. ഓക്കെ. മൈ വെബ്സൈറ്റാ, ഞാനറിയാതെ വെബ്സൈറ്റാ. എടാ FB, ഫേസ്ബുക്ക്. ഫേസ്ബുക്ക് അന്ന ആഗ്നസ് എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്നു. ഫേസ്ബുക്ക് ഒന്നും ഇല്ലെന്ന് തോന്നുന്നു ഇപ്പൊ വെച്ച്. മൈ ഹോബി ഹിയറിംഗ് മ്യൂസിക്. MLA. നിങ്ങൾക്കറിയാം MLA ഫുൾ ഫോം എന്ന് തോന്നുന്നു? മൗത്ത് ലുക്കിംഗ് ഏജന്റ് എന്ന് വെച്ചാ വായ്നോട്ടമാണ് ഈ MLA. മൈ ആംബിഷൻ ഡോക്ടർ. ആംബിഷനാണ് അനുചേച്ചിയുടെ, ആംബിഷനാണ് ഡോക്ടർ. ഇപ്പൊ ഇത് 10ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു കേട്ടോ. 10ാം ക്ലാസ്സിൽ ആംബിഷൻ ഡോക്ടർ. 10ാം ക്ലാസ്സിൽ ഇത് ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ച ആള് ഇപ്പം എത്തി നിൽക്കുന്നത് എവിടാ? ശരിയാ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെയല്ല നമ്മുടെ ലൈഫ് പോകുന്നത്. മെയിൻ എക്സാമ്പിൾ എന്റെ ചേച്ചിയെ. മൈ ഫാദേഴ്സ് നെയിം ജോസഫ് ബെർണാട്ട്. ഓക്കെ. മൈ മദേഴ്സ് നെയിം ഷേർലി ജോസഫ്. മൈ ബെസ്റ്റ് ഫ്രണ്ട്സ് സുജി, ഫേബ, ശ്രീ. നേരത്തെ ശ്രീലക്ഷ്മി. അമ്മു അമ്മു എൻ്റെ അത് കണ്ടില്ലേ? யார் இந்த அம்மு?
ഇതിലാരാണ് അമ്മു? ലോപ്പസ് ഗേൾസ് ഗ്യാങ്ങിന്റെ പേരായിരിക്കും. ഏതാ? മൈ ബ്രദർ വാലന്റൈൻ ജോ. ബ്രദർ ഇൻക്ലൂഡഡ്. ഏതാ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ കിടില്ല. There are no as many things as good as friendship. തേങ്ങ ഈ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോഴും ഉണ്ടോ എന്തോ. ഫ്രണ്ട്ഷിപ്പ് നെവർ എൻഡ്സ്. സൂപ്പർ. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ഫോർ ഓൾ മൈ ഫ്രണ്ട്സ്. വിഷിംഗ് ഓൾ ദ ബെസ്റ്റ് ഫോർ എക്സാമിന്റെ ടൈം ആയിരുന്നു. ഫ്രണ്ടിന്റെ ഫുൾ ഫോം വരുന്നുണ്ട് കേട്ടോ. എഫ് ഫയർ ഓഫ് ഡെപ്ത്, ആർ റിവർ ഓഫ് ലവ്, ഐ ഇമേജ് ഓഫ് റിയാലിറ്റി, ഇ എൻഡ് ഓഫ് സോറോ, എൻ നേച്ചർ ഓഫ് ട്രസ്റ്റ്, ഡി ഡെപ്ത് ഓഫ് കോൺഫിഡൻസ്. ഒരു കാര്യം വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ സത്യമാണ്. ഫ്രണ്ട്സ് നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യൂ ചെയ്യുന്നവരാണ്. ലോപ്പസ് ഗേൾസ് കാണാവോ? ലോപ്പസ് ഗേൾസ് ചോദിക്കാം. ഇപ്പൊ ലോപ്പസ് ഗേൾസിന്റെ ഗ്രൂപ്പ് ഒക്കെ ആക്റ്റീവ് ആണോ? അടുത്തരാ. ഇത് ഒത്തിരി ഉണ്ട് ഗൈസ്. ഇങ്ങനെ വായിക്കാനാണെങ്കിൽ ഞാനിന്ന് പെട്ടെന്ന് വായിക്കാം. അശ്വതി ബാബു. അത് ഞാൻ അഡ്രസ് ഒന്നും വായിക്കുന്നില്ല. ഇനി അഡ്രസ്സൊക്കെ വായിച്ചിട്ട് ഇനി അടുത്ത. അശ്വതി ബാബു. മൈ നിക് നെയിം കരിക്ക് ദീപ്തിമോൾ. ദീപ്തിമോൾ വീട്ടിൽ വിളിക്കുന്നതായിരിക്കും കേട്ടോ. കരിക്ക്. ഇതൊന്നും ഉണ്ട്. അതൊക്കെ അവരുടെ മൈ ഹോബി. ഇവര് കൂട്ടത്തോടെ അത് തന്നെ സംഭവം. അത് തന്നെ ഇവര് കൂട്ടത്തോടെ വായിന്നോട്ടെ. മൗത്ത് ലുക്കിങ്. എന്താ എടാ കത്തി. അത് പിന്നെ ഒരു ഹോബിയല്ല. അത് എല്ലാ ഗേൾസിനും ഒരുവിധം ഉള്ളതാണ്. കത്തി. സോറി ഇല്ല തരില്ല. മൈ വെബ്സൈറ്റ് മറ്റേ സോറി ഇല്ല തരില്ല. ആംബിഷൻ ടു ബിക്കം എ ഡോക്ടർ. ഇവര് മൊത്തത്തിൽ ഡോക്ടർ ആവുന്ന. ഇതൊക്കെ ഡോക്ടർ ആയോ അറിയത്തില്ല എന്തോന്ന് കേട്ടോ. മൈ മദർ, മൈ സിസ്റ്റർ, നോ താങ്ക്സ്. അത് നമുക്കെല്ലാം തോന്നുന്നു കേട്ടോ. ടു മൈ ഡിയർ. വിമല ഹൃദയത്തിന്റെ വരാന്തയിലൂടെ. ഇൻട്രസ്റ്റിംഗ്. ടു മൈ ഡിയർ അനുചേച്ചിക്കാണേ കേട്ടോ. വിമല ഹൃദയത്തിന്റെ വരാന്തയിലൂടെ ഞാൻ അന്യയുമായി നടന്നു. തെക്കൻ കേരളത്തിൽ മാത്രം വീശുന്ന ഒരു പ്രത്യേകതരം പാതിര കാറ്റുണ്ട്. അത് അവളുടെ മുടിയിലൂടെ തട്ടിത്തടഞ്ഞു പോയി. അന്നൊക്കെ മുടി ഉണ്ടായിരുന്നോ എന്താ? അയ്യോ വാക്കിന്റെ തട്ടിത്തടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അന്ന് ആ വരാന്തയിൽ വെച്ച് ഞാൻ ഉറപ്പിച്ചു, നാളെ തന്നെ അവൾക്കൊരു ലൈഫ് ബോയ് സോപ്പ് വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അയ്യോ സത്യം. അതിനോട് ഞാൻ യോജിക്കുന്നു. അത് എന്താ പറയാ, അതിന് നമ്പറുണ്ടോ? വിളിച്ച് ചോദിക്കായിരുന്നു, കൊടുത്തോന്ന്. ലൈഫ് ബോയ് സോപ്പ് കുറച്ച് ഡെറ്റോൾ വാങ്ങിച്ചു കൊടുത്താൽ മതി. കാരണം കുളിക്കത്തില്ലായിരുന്നു. എടാ ഇതെന്തോ സൈഡിൽ എഴുതിക്കുന്ന ഡോണ്ട് റൂട്ട് 16 ഗെറ്റ് മീ. റൂട്ട് 16 ഗെറ്റ് മീ. റൂട്ട് 16 ഫോർക്ക്. എടാ 90s കിഡ്സ്, മൈ ഗോഡ്. പുച്ഛമല്ല കേട്ടോ, ശരിക്കും അവരുടെ ഹ്യൂമർ സെൻസ് ഒക്കെ കിടിലാണ്. ഡോണ്ട് റൂട്ട് 16 ഗെറ്റ് മീ. ഇതൊക്കെ ക്രിഞ്ചായിട്ട് തോന്നും, പക്ഷെ ഇതൊക്കെ അന്നത്തെ തീപ്പൊരി ഡയലോഗ്. റൂട്ട് 16 ഡോണ്ട് ഫോർഗെറ്റ് മീ. അതും എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷിൽ, മാത്സ് മലയാളം ഹിന്ദി. മീ ഹിന്ദിയിലാണ് എഴുതിയിരിക്കുന്നത്, ഗെറ്റ് മലയാളം, റൂട്ട് 16 മാത്സ്, ഡോണ്ട് ഇംഗ്ലീഷ്. ഏതാ വൈ അശ്വതി ബാബു ഒപ്പ്. ലൈഫ് ബോയ് വാങ്ങിച്ചു കൊടുത്ത്. അടുത്ത ഉണ്ണിമായ DR. എന്ത് പേര് ഇതൊക്കെ? മൈ നിക് നെയിം ഉണ്ണി വാവച്ചി 3G കണിയു. ഇപ്പൊ വാവച്ചി വരും. മൈ ബർത്ത്ഡേ 21 ഫെബ്രുവരി. ഗിഫ്റ്റ് തരണം. അതിന്റെ മുകളിൽ അഡ്രസ് എഴുതിയിട്ട്
ബ്രാക്കറ്റിൽ വരണമെന്ന് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് തോന്നി ഗിഫ്റ്റും കൊണ്ട് ചെല്ലാൻ വേണ്ടിയിട്ടായിരിക്കും അഡ്രസ് ഇട്ടത്. നമ്പർ ഇതൊക്കെയാണ്. നമ്പർ കൊടുക്കാതൊന്നും ഇരുന്നില്ല. ഒരു മര്യാദയുടെ പേര് നമ്പർ എഴുതിയിട്ടുണ്ട്, എന്നിട്ട് ബ്രാക്കറ്റിൽ ഇട്ടു ശല്യം ചെയ്യരുത്. അതൊക്കെ അത്രേ ഉള്ളൂ, വിളിച്ചോണ്ടി കാണത്തില്ല. പിന്നെ മൈ ഹോബി മൗത്ത് ലുക്കിംഗ്, കമന്റ് അടി, മെസ്സേജ്, അത് വേറെ എന്തുണ്ട് കേട്ടോ, വായിക്കണ്ടേ. ഓക്കെ, നമ്മളത് ഒത്തിരി വായിക്കണ്ട. മൈ ഹോബി മൗത്ത് ലുക്കിംഗ്. ഞാൻ പ്രതീക്ഷിച്ചാണ് മൗത്ത് ലുക്കിംഗ്. ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്ന ഒട്ടുമിക്ക ഫ്രണ്ട്സിന്റെയും മൗത്ത് ലുക്കിംഗ് ആയിരിക്കും. ഒരുമിച്ച് നോട്ടം കമന്റ് അടി തന്നെ ആയിരിക്കും. അത് പിന്നെ ഉള്ളതാണ്. അത് എന്താ പറയാ, ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്ന ഒരു ഇത്. ഡിയർ അന്ന എന്തോ എന്തോ ഞാൻ ഓഹോ, ഇത് ഭയങ്കര സാഹിത്യമാണ് കേട്ടോ. ഡിയർ അന്ന ബ്രാക്കറ്റിൽ അനു. പ്രണയം ഒരു ഇൻകം കോൾ പോലെയാണ്, അത് ഒരിക്കലും വെയിറ്റ് ചെയ്യില്ല. ഓ ശരി എന്നാ. പക്ഷി ഫ്രണ്ട്ഷിപ്പ്, അതൊക്കെ ബ്രാക്കറ്റിൽ ഇട്ടു, അതൊക്കെ മറ്റേ വാട്ടർ കോമയിൽ ഇട്ടിട്ടുണ്ട്. ഒരു മെസ്സേജ് പോലെയാണ്, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നത് വരെ അത് ഇൻബോക്സിൽ കാണും. ഇൻകം കോൾ പ്രണയം ഡിലീറ്റ് മെസ്സേജ് വേണ്ട. പിണക്കത്തിലാണെങ്കിലും വെറുക്കില്ല എന്ന് വിശ്വസിക്കുന്നു. ഓ അന്ന് പിണങ്ങിയിരുന്ന സംഭവം ഡോണ്ട് ഫോർഗെറ്റ് മീ ഡാ, ഐ ലവ് യു. ഓടാ ബൈ ഉണ്ണി, ബൈ ചേ ബൈ അല്ല, ബൈ ഉണ്ണിമയ, ഉണ്ണി. ഫ്രണ്ട്ഷിപ്പ് ഫോർ എവർ. ഇവരൊക്കെയായിട്ട് പരിചയം ഉണ്ടാവോ? അപ്പം ഞാൻ ഇനിയും വരും. എന്തിനെ? ഇതിന്റെ ബാക്കി വായിക്കാൻ ജീവനോടുണ്ടെങ്കിൽ. ആ കൊച്ചി ബാംഗ്ലൂരിൽ നിന്ന് മിസൈൽ വിട്ടില്ലെങ്കിൽ ഞാൻ വരുന്നതായിരിക്കും. സോ ഇത് ഞാൻ മടക്കി വെച്ചിട്ടുണ്ട്. ഐ വിൽ ബി ബാക്ക് ഗൈസ്. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്, സ്റ്റേ ട്യൂൺഡ്. നാളെ മറ്റന്നാളോ അപ്പം ഇതിന്റെ ബാക്കി വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ് ഗൈസ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ നടിച്ചേക്കുക. അപ്പം